ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നിട്ട് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കക്ക അച്ചാറാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ കക്ക കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എത്ര പറഞ്ഞാലും മതി വരില്ല, അത്രക്കും ടേസ്റ്റാണ് കേട്ടോ സംഭവം. അപ്പോൾ നിങ്ങൾക്കൊക്കെ കക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ ഉമ്മയാണ് കേട്ടോ ഈ അച്ചാർ ഇട്ട് തന്നിട്ടുള്ളത്. ആ ഉമ്മ നല്ല അച്ചാറിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണെന്ന് തന്നെ പറയാം. അത്രക്കും ടേസ്റ്റാണ്. ഉമ്മാൻ്റെ കൈപ്പുണ്യാണോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് കക്ക നല്ല കാട്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി കുഴച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേക്ക് അതിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ഇതാണ് എൻ്റെ നാത്തൂൻ്റെ ഉമ്മ കേട്ടോ. ഒരു പാവ ഉമ്മയാണ് കേട്ടോ. പടച്ചോൻ ആരോഗ്യവും ആയുസ്സും ആഫിയത്തും നൽകട്ടെ, ആമീൻ. എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടോ. 1 വർഷമായി മരിച്ചിട്ട്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എത്ര വയ്യെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് അരിഞ്ഞിടണം. അപ്പോൾ അത് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിലാദ്യം ചേർത്തിട്ടുള്ളത് മല്ലിയിലയാണ് കേട്ടോ. ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ട് ഉമ്മ അതിൽ കുറേ സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 വലിയുള്ളി ഇതുപോലെ കുത്തി അരിഞ്ഞ് എടുക്കണം ചെറുതായിട്ട്. അപ്പോൾ അതേ സമയം തന്നെ നമുക്കിവിടെ ആ കക്ക ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 2-3 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി ഇളക്കി, ചട്ടിൻ്റെ അടിയിൽ പറ്റാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളും മൂത്ത് വരുമ്പോഴാണ് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല എണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടിയിൽ പറ്റി പിടിക്കരുത് കേട്ടോ. അതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചതുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വേവണം കേട്ടോ. അങ്ങനെ ഇളക്കി വേവിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക കേട്ടോ. അതാണ്ട് അലിഞ്ഞ് പോവും. ആ ഉള്ളി അതിൽ കടിക്കൊന്നുമില്ല, നന്നായി അലിഞ്ഞ് ചേരും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലും പച്ചമുളകും കൂടി ഉണ്ടായിരുന്നല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ട്, അതും ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ എണ്ണ പറ്റ കുറവായിരിക്കണ്. അപ്പോൾ കുറച്ചും കൂടി എണ്ണ നന്നായി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ കിടന്ന് അത് നന്നായി വേവണം. അങ്ങനെ വെന്ത് വന്നാൽ ഉള്ളി അതിലാണ്ട് അലിഞ്ഞു പോകും കേട്ടോ. ഉള്ളി കടിക്കൊന്നുമില്ല. പിന്നെ അതുപോലെ എന്ത് ചെയ്യുക, അതിലേക്ക് അച്ചാറും പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2-3-4 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും ഉമ്മ അത് ഇടൽ കഴിഞ്ഞു, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ 1 ടീസ്പൂണ് മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളകും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് എണ്ണ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും തട്ടിക്കരുത് കേട്ടോ. വെള്ളം തട്ടിച്ചാൽ പൂപ്പൽ പിടിച്ച് പോകും. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കക്ക ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. കക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഏകദേശം അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പാവാണ് കേട്ടോ, അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. എല്ലാവരും അമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളത്. അതൊക്കെ ഉമ്മ അപ്പോഴത്തെ ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ പിടിച്ച് വരുമ്പോഴത്തേനും ഓരോ വീഡിയോ ചെയ്ത് കട്ടാക്കി വെക്കുമ്പോൾ പിന്നെ ഉമ്മ ഇടുമ്പോൾ വീഡിയോ ഇട്ട് വരുമ്പോഴത്തേനും ഇടൽ കഴിഞ്ഞിട്ട് ഉമ്മക്ക് അറിയില്ലല്ലോ വീഡിയോ പിടിക്കണ ഇത്.
പിന്നെ അതുപോലെ അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിലേക്ക് സാമ്പാർ പൊടി സാമ്പാർ കായല്ലേ, കായപ്പൊടി അതിട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ ആയിട്ട് വന്നപ്പോഴേക്ക്. അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ പാകത്തിനുള്ള സുർക്ക ഒഴിക്കുക. ആ ചൂടോടുക്കെ തന്നെ സുർക്ക ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരിയ ഫ്ലെയിമിൽ തന്നെ അടുപ്പത്തവിടെ വെക്കുക. അപ്പോൾ ഇങ്ങനെ അതേ അവിടെ ഇങ്ങനെ തുള്ളി വരുന്നില്ലേ, ആ സമയമാകുമ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ട് ഉലുവയും കടുകും പൊടിച്ചതുണ്ടല്ലോ, അതൊരു വറുത്ത് പൊടിച്ചിട്ട് അതൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ തുള്ളി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷമാണ് ആ പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കക്ക അച്ചാർ നല്ല ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം ഊറി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും.